നിങ്ങളുടെ ലൈഫിലത്തെ സൊല്യൂഷൻ നിങ്ങൾക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. ആ സൊല്യൂഷനിലേക്ക് എത്താനുള്ള കുറേ ബ്ലോക്കുകളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മറ കാരണം അത് കാണുന്നുണ്ടാവില്ലായിരിക്കാം. ആ മറകൾ മാറ്റിയിട്ട് ആ സൊല്യൂഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു തെറപ്പിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് റിലേ ചെയ്യുന്നത് ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബിലുള്ള കുറേ മോട്ടിവേഷണൽ സാധനത്തിലാണ് റിലേ ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് എവിടെയാണ് ഒരു പ്രൊഫഷണലിനെ സീക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ആൾക്കാർ ഇപ്പോഴും പഠിച്ചു വരുന്നേ ഉള്ളൂ. എൻ്റെ ഡെയിലി റുട്ടീനിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ഫിസിക്കലി എക്സോസ്റ്റഡ് ആണെന്നുള്ളൊരു സ്റ്റേജിൽ തെറാപ്പി തേടുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എനിക്ക് തെറാപ്പിന്ന് എക്സ്പെക്ട് ചെയ്യാം? പെട്ടെന്ന് ആൾക്കാർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന സാധനമായിരിക്കും ഡിപ്രഷൻ. ഇപ്പോൾ കുറച്ചും കൂടി ആങ്സൈറ്റി വന്നിട്ടുണ്ട്, ADHD വന്നിട്ടുണ്ട്. അതായത് ഓരോ സെലിബ്രിറ്റീസ് പുറത്തേക്ക് പറയുന്നത്, ഇപ്പോൾ ദീപിക പദുക്കോൺ എനിക്ക് ഡിപ്രഷനാന്ന് പറഞ്ഞ സമയത്ത് എല്ലാവർക്കും ഡിപ്രഷനായിരുന്നു. ഇതൊന്നും ഓരോ ട്രെൻഡിനനുസരിച്ചിട്ടാണ് ഈ കോമൺ സാധനം വരുന്നത്. എപ്പോഴും എൻ്റെ കപ്പിൾ തെറപ്പി സെഷൻസിൽ പറയുന്ന ഒരു സാധനമാണ്, നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് പ്രോബ്ലം ഇല്ലാത്ത ലൈഫ് വേണേ എന്നുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സാധനം പ്രോബ്ലംസ് എന്തായാലും ലൈഫിലുണ്ടാവും, അതിനെ ടാക്കിൾ ചെയ്യാൻ എനിക്ക് പറ്റണേ എന്നുള്ളൊരു സാധനമാണ്. അല്ലാതെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് അവൻ അങ്ങനെ ചെയ്തില്ല ഇവളിങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ പ്രോബ്ലം ഉണ്ടാകുന്നത്. കമ്മ്യൂണിക്കേഷനാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഹെൽത്ത് ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഹായ്, എൻ്റെ പേര് അശ്വതി. എൻ്റെ കൂടെ ഇന്ന് ഈ കോൺവെർസേഷനിൽ ജോയിൻ ചെയ്യുന്നത് മിസ് മുബഷിറ റഹ്മാനാണ്. ആള് ഒപ്പം മെൻ്റൽ ഹെൽത്ത് വെൽനെസ് പ്ലാറ്റ്ഫോമിൻ്റെ കോ-ഫൗണ്ടർ ആണ്, കൂടെ ഒരു സീനിയർ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഹായ് മുബഷിറ. ഹായ് അശ്വതി. ഞാനിന്നിവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നോർമൽ ഒരു ഇൻഡിവിജ്വലിന് എങ്ങനെയാണ് മെൻ്റൽ ഹെൽത്തിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ നോക്കിയാൽ മെൻ്റൽ ഹെൽത്തിൽ ഒരു രീതിയിലും അവെയർ ആയിരുന്നില്ല. എന്താണ് മെൻ്റൽ ഹെൽത്ത്, എങ്ങനെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളിലൊന്നും ആരും ഒട്ടും അവെയർ ആയിരുന്നില്ല. പക്ഷെ ഇന്നത്തെ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ കുറച്ചുകൂടെ ബോധേഡ് ആവുന്നുണ്ട്. അപ്പം എന്താണ് ആക്ച്വലി മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്? ഇപ്പം ഫിസിക്കലി ഹെൽത്തി എന്ന് പറയുമ്പോൾ ഡിസീസ് ഇല്ലാത്തൊരവസ്ഥയല്ലേ. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അശ്വതി ചോദിച്ചത്. ആക്ച്വലി ഇപ്പോൾ മെൻഷൻ ചെയ്ത പോലെ അസുഖമില്ലാത്ത അവസ്ഥയാണ് പൊതുവെ നമ്മൾ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ഒരു മനുഷ്യന് ഒക്കുപേഷണലി ആണെങ്കിലും സ്പിരിച്വലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ആൾക്ക് ആളുടെ പൂർണ്ണമായിട്ടുള്ള ആളുടെ പൊട്ടൻഷ്യൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ഇല്ലെങ്കിൽ ആളുടെ ചെറിയൊരു കാര്യം ഇങ്ങനെ നോക്കിയാൽ മതി. അതായത് ആളുടെ ഡെയിലി ഫങ്ഷനിങ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം അതേപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്പ് കാണുന്നുണ്ടോ, ഇല്ലെങ്കിൽ എപ്പോഴും ചെയ്തതാണ് ഇപ്പം എനിക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ സാധാരണക്കാർ, അതായത് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് വലിയ അവയർനെസ് ഇല്ലാത്ത ആൾക്കാർ ആദ്യം നമ്മളടുത്ത് പറയുന്ന സംഭവമാണ്, ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് മാം, പക്ഷെ ഇപ്പം അതെന്തോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ബോഡി ആണെങ്കിലും നമുക്ക് ഒരു ഗട്ട് ഫീലിംഗ് ആണെങ്കിലും എന്തോ സംതിങ് ഈസ് റോങ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ട്. അങ്ങനെയാണ് യൂഷ്വലി മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് നോർമൽ ആൾക്കാർ പറഞ്ഞു വരുന്നത്, ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറഞ്ഞു വരുന്നത് കാണാറുള്ളത്. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് തീരെ ധാരണയില്ല, ഇപ്പോഴത്തെ ആൾക്കാർ പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിച്ചു വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം ഇങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്, പക്ഷെ എങ്ങനെ അത് സഹായം തേടണമെന്നോ എവിടെ സഹായം തേടണമെന്നോ ഉള്ളത് പ്രോപ്പറായിട്ട് അറിയില്ല. ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് റിലേ ചെയ്യുന്നത് ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബിലുള്ള കുറേ മോട്ടിവേഷണൽ സാധനത്തിലാണ് റിലേ ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് എവിടെയാണ് ഒരു പ്രൊഫഷണലിനെ സീക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ആൾക്കാർ ഇപ്പോഴും പഠിച്ചു വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഡെയിലി റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നമ്മൾ മെൻ്റലി ഹെൽത്തി അല്ല എന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം ഞാൻ കണ്ടിരിക്കുന്ന കുറേ പേര് ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, നമ്മളിപ്പം മെൻ്റലി ഹെൽത്തി ആണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ഹാപ്പി ആണോ അല്ലയോ എന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് കുറേ പേര്. അപ്പം എങ്ങനെയായിരിക്കും ഒരു തെറാപ്പി, ഏതൊരു സ്റ്റേജിലാണ് ഒരാൾ തെറാപ്പിയിലോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ തെറാപ്പി എങ്ങനെ നമ്മുടെ, ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഡെയിലി റുട്ടീനിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ഫിസിക്കലി എക്സോസ്റ്റഡ് ആണെന്നുള്ളൊരു സ്റ്റേജിൽ തെറാപ്പി തേടുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എനിക്ക് തെറാപ്പിന്ന് എക്സ്പെക്ട് ചെയ്യാം? ഓക്കെ, ഇപ്പോൾ അശ്വതി ചോദിച്ചത് ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു സാധാരണക്കാരന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ, എൻ്റെ ഡെയിലി ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തെറപ്പിക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡെയിലി ഫങ്ഷനിങ്ങിൽ പ്രശ്നങ്ങൾ വരുന്നത് യൂഷ്വലി നമ്മൾ ഭയങ്കര നോർമലായിട്ടാണ് കാണുന്നത്. കുഴപ്പമില്ല, ഇപ്പോൾ ഒരു വർക്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കുഴപ്പമില്ല,
ശരിയാവുമായിരിക്കും എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ പല്ലിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, പല്ലിന് ചെറിയൊരു കറുത്ത കുത്തുണ്ടാവും, നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, എക്സ്ട്രാ ബ്രഷൊക്കെ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ മൗത്ത് ക്ലീനർ യൂസ് ചെയ്ത് നോക്കും. ഈ ചെറിയ കറുത്ത കുത്താണ് പിന്നെ വലുതായിട്ട് റൂട്ട് കനാൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പലപ്പോഴും ഡെന്റിസ്റ്റ് ചോദിക്കും എന്തിനാ ഇത്രയും കാലം വെച്ചിരുന്നേ എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മളൊരു എന്തെങ്കിലും ഒരു മനസ്സിനൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ദിസ് ഇസ് നോർമൽ എന്നുള്ളത്. ഇങ്ങനെ മൂടി വെച്ച സാധനമാണ് പിന്നീട് പഴുത്ത് ചീഞ്ഞ് ബാക്കി എല്ലാത്തിലും, അതായത് വർക്കിൽ തുടങ്ങിയ ഒരു സ്ട്രെസ്സ് പിന്നെ റിലേഷൻഷിപ്പിലായി, ഫ്രണ്ട്ഷിപ്പിലായി, മക്കളോടുള്ള അപ്രോച്ചിലേക്കായി, അങ്ങനെ മൊത്തം അവരുടെ എല്ലാ ഏരിയ ഓഫ് ലൈഫിനെയും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഈ സമയത്താണ് അവർക്കൊരു ബോധം വരുന്നത്, ഓക്കെ എനിക്കിത് തുറന്ന് പറയണം, ഇല്ലെങ്കിൽ ഇതൊന്ന് പുറത്തേക്ക് എടുക്കണം എന്നുള്ളൊരു സംഭവം. ഇപ്പോൾ തെറപ്പിയിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നൊരു സാധനം. ഒരിക്കലും ഒരു അഡ്വൈസ് അല്ല, നിങ്ങൾ ജോലിയിൽ ഇങ്ങനെ ചെയ്ത് നോക്ക്, ബോസിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നോക്ക് എന്നുള്ളൊരു സാധനമോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ബെറ്റർ ആക്കുന്ന ഒരു മാജിക്കൽ സൊല്യൂഷനോ ഒന്നല്ല തെറപ്പിയിൽ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും തെറപ്പീനെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾ പറയുന്നത്, എൻ്റെ ജീവിതത്തിനെ പറ്റി ഇയാൾക്ക് എന്തറിയാം, ഇയാളുടെ അടുത്ത് പോയിട്ട് എന്താ നേട്ടമുള്ളത്. പിന്നെ ചില ആൾക്കാർ പറയും എന്നെക്കാളും ജീവിത എക്സ്പീരിയൻസ് കുറവുള്ള ആളുടെ അടുത്ത് ഞാൻ എന്തിനാ ജീവിത എക്സ്പീരിയൻസിൻ്റെ അഡ്വൈസ് ചോദിച്ചിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും അഡ്വൈസ് കൊടുക്കുക എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് തെറപ്പീനോട് ആൾക്കാർക്കുള്ളത്. തെറപ്പി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൊല്യൂഷൻ ഗീവിങ്ങോ അഡ്വൈസസ് കൊടുക്കലോ അല്ല. തെറപ്പി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലത്തെ സൊല്യൂഷൻ നിങ്ങൾക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. ആ സൊല്യൂഷനിലേക്ക് എത്താനുള്ള കുറേ ബ്ലോക്കുകളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മറ കാരണം അത് കാണുന്നുണ്ടാവില്ലായിരിക്കാം. ആ മറകൾ മാറ്റിയിട്ട് ആ സൊല്യൂഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു തെറപ്പിസ്റ്റ് ചെയ്യുന്നത്. അതായത് മുമ്പിൽ നടക്കുന്നത് നിങ്ങളായിരിക്കും, അത് ബാക്കിൽ ടോർച്ച് അടിച്ചു തരുന്ന പരിപാടി മാത്രമേ തെറപ്പിസ്റ്റ് നടത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ മേജർ ലൈഫ് ഡിസിഷൻസ് എടുക്കുകയോ അല്ലെങ്കിൽ അഡ്വൈസസ് തരാനോ തെറപ്പിസ്റ്റിന് പറ്റില്ല. ഗോട്ട് ഇറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു തെറാപ്പിസ്റ്റ് ഒരു മെൻറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് ഹോൾഡിങ് പേഴ്സൺ എന്നുള്ള രീതിയിലാണ് തെറാപ്പിയിൽ ഓൾ ത്രൂ ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ലൈക്ക് നിയർ ബൈ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡിഫറെൻറ്റ് കംപ്ലയിൻറ്റ്സ്. ഡിപ്രസ്ഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ആൻസൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വർക്കിൽ. എന്തൊക്കെയാണ് ഇപ്പം കോമൺ ആയിട്ട് കണ്ടുവരുന്ന മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. ഡിസോർഡേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഇപ്പം ക്ലയൻസിൽ വരുന്ന അത് എന്തൊക്കെയാണ് കോമൺ ചലഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് ആൾക്കാർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന സാധനമായിരിക്കും ഡിപ്രഷൻ സാധനങ്ങൾ. ഇപ്പോൾ കുറച്ചും കൂടി ആങ്സൈറ്റി വന്നിട്ടുണ്ട്, ADHD വന്നിട്ടുണ്ട്. അതായത് ഓരോ സെലിബ്രിറ്റീസ് പുറത്തേക്ക് പറയുന്നത്, ഇപ്പോൾ ദീപിക പദുക്കോൺ എനിക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവർക്കും ഡിപ്രഷനായിരുന്നു. പിന്നെ ഫഹദ് ഫാസിൽ ADHD എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവർക്കും ADHD ആയിരുന്നു. എനിക്കൊന്ന് ഓരോ ട്രെൻഡിനനുസരിച്ചിട്ടാണ് ഈ കോമൺ സാധനം വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിട്ട് ആൾക്കാർക്ക് കണ്ടുവരുന്ന കുറച്ച് കൺസേൺസുകളാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, റിലേഷൻഷിപ്പിലുണ്ടാവുന്ന പ്രോബ്ലംസ്, കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് കോമൺ ചലഞ്ചസ് ആയിട്ട് വരുന്നത്. പക്ഷേ ഈ ഡിപ്രഷനാണെന്ന് പറയുമ്പോഴും നമ്മളെപ്പോഴും പറയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഇങ്ങനെയുള്ളത് നോർമലൈസ് ചെയ്യണം, ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നുള്ളത്. പക്ഷേ നോർമലൈസിങ്ങിൻ്റെ വേറൊരു സൈഡ് ഓഫ് ഇഷ്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെരി എന്താ പറയുക, എനിക്ക് ഒരു ബസ് മിസ്സായി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ എനിക്ക് ഡിപ്രഷനായി, ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ട്രോമയായി. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സും ഉണ്ട്, അതേപോലെ പിന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് സൈഡ് കൂടിയുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ ശരിക്കും ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ആൾക്ക് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും, ഓ അപ്പോൾ ഇത്രയും ചെറുതാണ് എൻ്റെ പ്രോബ്ലം, ഇവർ ട്രോമയാന്ന് പറയുന്നുണ്ട്, പക്ഷേ പിറ്റേ ദിവസം ഇവർ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കും ട്രോമ തന്നെയാണ്, പക്ഷേ പിറ്റേ ദിവസം എനിക്ക് ഹാപ്പി ആവാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. കോമൺ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാ ചോദിച്ചാൽ ഇത് തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സിനിമയിലും സീരിയലിലൊക്കെ കാണുന്ന പോലെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന പോലെയുള്ള സാധനമല്ല. അതിന് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയകളുണ്ട്. അതായത് 2 weeks ആയിട്ട് എനിക്ക് ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക, വർത്ത്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക, ഹോപ്പ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ തന്നെ പോവാണ് 2 weeksലേക്ക്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ക്ലിനിക്കൽ ഒരു സംഭവം ഉണ്ട് നമുക്കിത് ഡിപ്രഷൻ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരാൾ മൂടിയായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കതിന് ഡിപ്രഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ആങ്സൈറ്റി അതേപോലെ തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു പെട്ടെന്ന് ഒരു അഡ്രിനൽ റഷ്, അല്ലെങ്കിൽ ഒരു ടെൻഷൻ, ഒരു ആങ്സൈറ്റി. അത് നോർമലാണ്. പക്ഷേ ഈ ഒരു ആങ്സൈറ്റി കാരണം ആൾക്ക് ബാക്കി എല്ലാത്തിലും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേജിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ആൾ ബാക്കി ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ക്ലിനിക്കലി ഒരാൾക്ക് ആങ്സൈറ്റി ഉണ്ടെന്ന് പറയാം. അപ്പോൾ നോർമൽ മനുഷ്യന്മാർ യൂസ് ചെയ്യുന്ന കോമൺ ചാലഞ്ചസും ഒരു പ്രൊഫഷണലി യൂസ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ആൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ആള് മെന്റലി ഹെൽത്തി അല്ല, ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ എന്താണ് ആളുടെ യഥാർത്ഥ പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു തെറാപ്പിസ്റ്റിന്റെ ഒരു സിംഗിൾ കൺസൾട്ടേഷൻ കൊണ്ട് ആൾക്കത് ലൈക്ക് എന്താണ് ആളുടെ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു തെറാപ്പിസ്റ്റിന് പറ്റും. ഇപ്പോൾ അശ്വതി പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ളത് ആൾക്കറിയാം. ഒരു മനുഷ്യന് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അയാൾക്ക് തന്നെയാണ്. ഈ സ്വന്തത്തിന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്താ യഥാർത്ഥ പ്രോബ്ലം എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു തെറപ്പിസ്റ്റിനും ഒറ്റൊരു സെഷൻ കൊണ്ട് ആളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ക്ലയൻറ്റിനെ ഒരു ഗെറ്റിംഗ് ടു നോ ഈച്ച് അതറാണ്. ആളുടെ വൈബും എൻ്റെ വൈബും മാച്ച് ആവുന്നുണ്ടോ, ആളുടെ കൺസേണുകളെ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, തെറപ്പിസ്റ്റിന് എൻ്റെ കൺസേൺ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കലാണ് ആക്ച്വലി ഈ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ശരിക്കും എവിടെയാണ് ഈ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇപ്പോൾ പലപ്പോഴും വർക്കിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണെന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് വരുമ്പോഴായിരിക്കും വീട്ടിൽ അവർ നേരിടുന്ന അബ്യൂസിനെ പറ്റിയിട്ട് അറിയുന്നത്. ചിലപ്പോൾ ഹസ്ബൻഡായിട്ടില്ലെങ്കിൽ പാർട്ട്ണറായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളായിരിക്കും വർക്കിൽ റിഫ്ലക്റ്റ് ആവുന്നത്, വർക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയുക. അപ്പോൾ എപ്പോഴും അവർ പറയുന്ന കൺസേൺ തന്നെ ആയിരിക്കണം എന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് തെറപ്പിസ്റ്റ് തെറപ്പിയിൽ ചെയ്യുന്നത്. അതിന് ടൈം എടുക്കും. നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര സെഷൻ കൊണ്ട് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവും എന്നുള്ളത്. പകരം നമ്മൾ ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ ഒന്നിച്ചൊരു കോവർക്കർ പോലെയാണ് ശരിക്കും തെറപ്പിസ്റ്റും ക്ലയൻറ്റും എന്ന് പറയുന്നത്. ഈക്വൽ എഫേർട്ട് അതിൽ എന്തായാലും വേണ്ടി വരും. പിന്നെ ടോക്ക് തെറപ്പി മാത്രമല്ല ഉണ്ടാവുക, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടൂളുകൾ വെച്ചിട്ട് അസസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അസസ്മെൻ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനും അവരുടെ ഈ പറഞ്ഞ പോലുള്ള ക്ലിനിക്കൽ ഡിപ്രഷൻ ആണെങ്കിൽ ആങ്സൈറ്റി ഒക്കെ മനസ്സിലാക്കാൻ ടൂളുകളും ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു പ്രോപ്പർ ഡയഗ്നോസിസ് തയ്യാറാക്കുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഈ വർക്കിംഗ് ഇൻഡിവിജ്വൽസിൻ്റെ സ്ട്രെസ്സിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞില്ലേ, ശരിക്കും വർക്കിംഗ് ആയിട്ടുള്ളവരിലാണോ കൂടുതലും ഇങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കണ്ടിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നോൺ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരിലും ഈക്വൽ ആയിട്ടുണ്ടോ? എല്ലാവർക്കും ഒരേപോലെ ഏത് സമയത്തും വരാവുന്ന പ്രശ്നമാണ് ഇല്ലെങ്കിൽ കൺസേൺ ആണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. പൊതുവേ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ, നീ വെറുതെ വീട്ടിലിരിക്കുന്ന ആളല്ല, നിനക്കെന്താ ഇത്ര സ്ട്രെസ്സ്, ഇല്ലെങ്കിൽ നീ ഭയങ്കര എല്ലാ സൗകര്യവും നിനക്കുണ്ട്. നമ്മുടെ പാരൻസൊക്കെ പറയുന്ന പോലെ നിനക്ക് ഫുഡിന് നോക്കണ്ട, വീട് നോക്കണ്ട, നിനക്ക് എന്താ പിന്നെ സ്ട്രെസ്സ്, നിനക്ക് എന്താ ഡിപ്രഷൻ, ഞാനല്ലേ ഡിപ്രഷൻ അടിക്കേണ്ട. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പനി ആർക്കും വരാം, ജലദോഷം ആർക്കും വരാം. അതേപോലെ തന്നെയാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആർക്കും ഏത് സമയത്തും വരാം. അത് വർക്കിംഗ് ഉള്ള ആൾക്കാരാണെന്നില്ല, ഓരോ ആൾക്കാരുടെയും സ്കെയില് ഡിഫറെൻ്റ് ആയിരിക്കും. അവർ വരുന്നതും അവർ അതിന് എഫക്റ്റ് ആവുന്നതും ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലാതെ അങ്ങനെ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് എന്നൊന്നുമില്ല. ഓക്കെ, ഞാൻ കൂടുതലും കേട്ടിരിക്കുന്നത് ഈ വർക്കിംഗ് പ്രൊഫഷണൽസിൽ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കുറേ ഇഷ്യൂസ് പറയുന്നുണ്ട്. അപ്പം എങ്ങനെ അതൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുക? ഇപ്പം മസ്റ്റായിട്ട് പ്രൊഫഷണൽസ് ചെയ്യേണ്ട എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് ആക്ടിവിറ്റീസോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പോൾ ഞാൻ യൂഷ്വലി പറയുന്ന ഒരു സാധനമാണ് എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത്, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്. നമുക്കൊരിക്കലും 50-50 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈം മാറ്റുക, 50 ഫോർ വർക്ക് 50 ഫോർ പിന്നെ ലൈഫ് എന്നുള്ളത് മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫിലോസഫി. അത് എത്ര ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് ചില സമയത്ത് വർക്കിൽ നമ്മൾ 70% ആവശ്യം വരേണ്ട സമയങ്ങളുണ്ടാവും. ചില സമയത്ത് ലൈഫിൽ 30% ആയിരിക്കും നമ്മളുടെ ആവശ്യം ഉണ്ടാവുക. നേരെ തിരിച്ചുണ്ടാവും. ചില സമയത്ത് വർക്കിൽ 30% ആയിരിക്കും വേണ്ടി വരിക, പേഴ്സണൽ ലൈഫിൽ നമ്മൾ 70% അവൈലബിൾ ആയിട്ട് ഇരിക്കേണ്ട ടൈം ഉണ്ടാവും. അപ്പോൾ 50-50 എന്നതിൻ്റെ അപ്പുറത്തേക്ക് എവിടെയാണ് ബ്രേക്ക് ചവിട്ടേണ്ടതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു എക്സാക്ട് സ്കില്ല് എന്ന് പറയുന്നത്. എവിടെയാണ് ഞാൻ പ്രോപ്പർ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് പ്രോപ്പറായിട്ട് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വാളിറ്റി ടൈം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു സംഭവം. പിന്നെ പ്രൊഫഷണൽസ് ചെയ്യേണ്ട ഒരു സംഭവം ഇതാണ്, പലപ്പോഴും നമ്മൾ ഭയങ്കര കുറച്ച് ബൗണ്ടറീസ് ഇല്ലാതെ ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കുക, ഇല്ലെങ്കിൽ 100% എപ്പോഴും പെർഫെക്റ്റ് ആവാൻ നോക്കിക്കൊണ്ടിരിക്കും. ലൈഫിലും വർക്കിലാണെങ്കിലും പെർഫെക്റ്റ് ആവണം എന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുക, ഗുഡ് ഇനഫ് ആയാൽ മതി. ആ പെർഫെക്റ്റ് സാധനം തലയിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ കുഴപ്പമില്ല, ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ആ ഭയങ്കര പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ടുണ്ടാവുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഒരു വർക്കിലൊക്കെ 100%, 1000% ഇങ്ങനെ ഇട്ട് കൊടുക്കാതെ. ലൈഫിൽ അങ്ങനെ തന്നെയാണ്, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിപ്പിക്കുക, എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഇതൊന്നും എനിക്ക് പൂർണ്ണമായിട്ടൊരിക്കലും എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ അവരുടെ സ്ട്രെസ്സിനൊക്കെ അനുസരിച്ചിട്ട് എവിടെയാണ് ആ സ്ട്രെസ്സ് വരുന്നത്, അതിനെങ്ങനെ ബാലൻസ് ചെയ്യും. ഇപ്പോൾ ടൈമിനാണ് അവർക്ക്
ബുദ്ധിമുട്ട്, ടൈമിന് എണീക്കാൻ, ആ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്ത് കൊടുക്കുക. ചില ആൾക്കാർക്ക് ആങ്കർ ഇഷ്യൂസ് ആയിരിക്കും, കൊളീഗ്സിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം പിടിക്കുക. അപ്പോൾ എവിടെ നിന്നാണ് ഈ ആങ്കർ വരുന്നത്? പിന്നെ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയില്ല, ഏത് സമയത്ത് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കൊടുക്കുക, അവരില്ലെങ്കിൽ ഭയങ്കര ആങ്ഷ്യസ് ആവും. അപ്പോൾ അത് ഓരോ ആൾക്കാരുടെ പ്രോബ്ലത്തിനനുസരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്ത് പോകുന്നത്. അല്ലാതെ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കിയിട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇനി കുറച്ചൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി ഒരു തെറാപ്പിക്ക് ശേഷം ഒരു ക്ലയൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പേഴ്സണലി ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം മുബിഷിയുടെ കുറേ പേര് തെറാപ്പിയിലൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഒരു ക്ലയൻറ്റിൽ കണ്ടിരിക്കുന്ന ഔട്ട്കം, ലൈക്ക് പ്രീവിയസ്ലി ആൾ എങ്ങനെയായിരുന്നു, തെറാപ്പി കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ആൾക്ക് ബെറ്റർ ആവാൻ പറ്റി, അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ നാളെ തെറാപ്പി ഓപ്റ്റ് ചെയ്യാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ലൈക്ക് ഓക്കെ ഇതായിരിക്കും എൻ്റെ ഒരു ചേഞ്ച് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ തെറപ്പി കൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ ക്ലയൻസിനോട് പറയാറുണ്ട്, നിങ്ങളൊരു ഭയങ്കര ഒരു മാജിക്കൽ സാധനം എക്സ്പെക്ട് ചെയ്തിട്ട് ഇവിടുന്ന് വരരുത് എന്നുള്ളത്. നമ്മൾ മൊബൈൽ ഫോണിന് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരാറുള്ളത് പോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പുതിയൊരു അപ്ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ തെറപ്പിയിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നത്. ചിലപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാത്ത ഒരു ഡീഫോൾട്ട് സെറ്റിംഗ് ഉണ്ടാവും. അതായത് എന്ത് കാര്യത്തിനും ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവുന്നത് എൻ്റെ ഒരു ഡീഫോൾട്ട് സെറ്റിംഗ് ആണ്. ഞാൻ ജനിച്ച മുതലേ അങ്ങനെയാണ്. ആ ഡീഫോൾട്ട് സെറ്റിംഗ് എന്നെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഡീഫോൾട്ട് സെറ്റിംഗ് മാറ്റിയിട്ട് പുതിയൊരു സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റഡ് ആവാനും പുതിയ സിസ്റ്റത്തിനോട് അഡാപ്റ്റ് ആവാനും പഠിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എസ്പെഷ്യലി തെറപ്പി കൊണ്ടുവരുന്നത് ഒരു ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാത്ത ഇത്തരം ഡീഫോൾട്ട് സെറ്റിങ്ങുകളെ മനസ്സിലാക്കിയിട്ട് പുതിയ സിസ്റ്റത്തിനോട് അഡാപ്റ്റ് ആവാൻ ഇവർക്ക് പറ്റും. കുറച്ചും കൂടി അവർക്ക് അവരുടെ പ്രോബ്ലം എന്താ, ഇപ്പോൾ എപ്പോഴും എന്നിൽ ഡിപ്പെൻഡൻ്റ് ആവരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. അതായത് എപ്പോഴും ദേഷ്യം വരുമ്പോൾ എൻ്റെ ക്ലയൻസ് എന്നെ ഓർക്കരുത്, പകരം എപ്പോഴും ദേഷ്യം വരുന്ന സമയത്ത് അവർക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാവണം, ഓക്കെ ഇതാണ് എൻ്റെ ബോഡിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാനിത് ഇങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് തെറപ്പിയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അല്ലാതെ എപ്പോൾ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ തെറപ്പി എന്നുള്ളൊരു സാധനം അവരുടെ മനസ്സിൽ വരണം എന്നുള്ളതല്ല. മനസ്സിലായപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ലൈഫിനെ പറ്റിയിട്ട് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തെറപ്പിയിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് പലപ്പോഴും ക്ലയൻസ് ചോദിക്കുമ്പോൾ അവർക്ക് നമ്മൾ ഭയങ്കര ടെർമിനോളജി ഒന്നും യൂസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഇന്നതാണ്. പകരം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ ബാലരമയിലും ബാലഭൂമിയിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ആക്ടിവിറ്റി, ഡോട്ടുകൾ തമ്മിൽ അടുപ്പിച്ചടുപ്പിച്ച് ലാസ്റ്റ് ക്ലിയർ പിക്ചർ കിട്ടുന്ന ആനയോ പശുവൊക്കെ ആയിട്ട് ക്ലിയർ പിക്ചർ കിട്ടുന്ന ആക്ടിവിറ്റി. അതേപോലെ തന്നെയാണ് തെറപ്പിയിൽ നിങ്ങൾ ആദ്യം കുറേ ഡോട്ട്സുകളും ഡൗട്ട്സുകളായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. തെറപ്പിസ്റ്റ് ആ ഓരോ ഡോട്ടുകളെ ഇങ്ങനെ കണക്ട് ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെ ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അതാണ് ആക്ച്വലി തെറപ്പിയിൽ സംഭവിക്കുന്നത്. ഈ ഒരു ചേഞ്ച് എല്ലാ ഏജ് ഗ്രൂപ്പിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലേൺ ബിഹേവിയർ ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് മാറ്റാൻ പറ്റിയേക്കാം. പക്ഷേ ഇപ്പോൾ ഒരു 30+ അല്ലാന്നുണ്ടെങ്കിൽ 50+ ഏജ് ആയിട്ടുള്ളൊരു വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു പ്രോഗ്രസ്? എങ്ങനെയാണ്? സ്ലോ ആണോ? എങ്ങനെയാണ്? ചേഞ്ച് എന്നുള്ളൊരു സാധനം എല്ലാ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് അവരുടെ പേഴ്സണാലിറ്റി, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞ കാര്യം പെട്ടെന്ന് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും, കാരണം അങ്ങനെ ഒരു പ്രിവിലേജിൽ ഇരിക്കുന്ന ആളായിരിക്കും അവർ. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല. ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഒരു പ്രോബ്ലം ഉള്ളൊരു സാധാരണക്കാരിയായ ഒരു സ്ത്രീക്കും വർക്കിംഗ് ആയിട്ടുള്ളൊരു സ്ത്രീക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ ഒരു റിലീജിയൻ, ഒരു ലോവർ കാസ്റ്റിലിരിക്കുന്ന ഒരാൾക്കും ഒരു അപ്പർ കാസ്റ്റിലിരിക്കുന്ന ഒരാൾക്കും ചേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ട്, അവരുടെ വളർന്നു വന്ന സാഹചര്യം അനുസരിച്ചിട്ട്, ചുറ്റുവട്ടത്തുള്ള സപ്പോർട്ട് സിസ്റ്റം അനുസരിച്ചിട്ടൊക്കെ ചേഞ്ച് അതിൻ്റെ സ്കെയിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ബേസിക്കലി ഏജിലും കൂടുതൽ നമ്മുടെ ലൈക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എല്ലാം ഇതൊക്കെയാണ് മേജറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം ലൈക്ക് റിലേഷൻഷിപ്പ് പറഞ്ഞല്ലോ, കപ്പിൾ തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഈ കപ്പിൾ തെറാപ്പി ബേസിക്കലി ഒരുപാട് കപ്പിൾസ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണ് ലൈക്ക് റിലേഷൻഷിപ്പ് തെറാപ്പീസ് നടക്കുന്നത്? എന്താ അതിൻ്റെ ഒരു പാറ്റേൺ? കപ്പിൾ തെറപ്പി ആക്ച്വലി റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉള്ള ആൾക്കാർ മാത്രമല്ല. എപ്പോഴും നമുക്കുള്ളൊരു തോട്ടാണ് തെറപ്പി എന്ന് പറയുന്നത് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരാൾക്ക് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് വേണം, ഇല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ ഒരാളെ ഹെൽപ്പ് വേണം, ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ജിമ്മിനൊക്കെ പോകില്ലേ, അത് ചിലപ്പോൾ എപ്പോഴും ഫാറ്റ് കൂടുമ്പോൾ മാത്രമല്ല നമ്മൾ പോകുന്നത്, ഒന്ന് ഓക്കെ ആവണം, ലൈഫിൽ കുറച്ചൊന്ന് ബാലൻസ്ഡ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾ ജിമ്മിൽ പോകുന്ന പോലെ തന്നെ ഒരു മെൻ്റൽ ജിമ്മാണ് ആക്ച്വലി തെറപ്പി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം ഉള്ള ആൾക്കാർ മാത്രമല്ല, ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിലേക്കും തെറപ്പിയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കപ്പിൾസിലും ഈ പറഞ്ഞ പോലെ രണ്ട്
എൻ്റെ ഗോളും എൻ്റെ പാർട്ട്ണറിൻ്റെ ഗോളും ഭയങ്കര ഡിഫറെൻറ്റാണ്, ലൈഫിൽ മുമ്പോട്ടേക്ക് പോകുമ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ വരാറുണ്ട്. പിന്നെ പ്രീ മെറൈറ്റലായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടി വരുന്നുണ്ട്, ഫൈറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് വരാറുണ്ട്. കപ്പിൾസിൻ്റെ ഇടയിലും അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് ഏറ്റവും ഡിവോഴ്സിലേക്കൊക്കെ ഡിസിഷനൊക്കെ എടുത്തതിന് ശേഷമാണ് ആൾക്കാർ കപ്പിൾ തെറപ്പിയിലൊക്കെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പാറ്റേൺ ഒക്കെ കുറേ മാറിയിട്ടുണ്ട്. കപ്പിൾ തെറപ്പിയിലേക്ക് വരുന്നത് അതിൽ ഒന്നെങ്കിൽ ഒരു പാർട്ട്ണറിനായിരിക്കും വേണ്ടി വരാം, ലൈക്ക് എനിക്ക് പ്രശ്നമുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്. അപ്പോൾ പലപ്പോഴും വേറൊരു പാർട്ട്ണർ ഇതിന് തയ്യാറാവുകയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. കപ്പിൾ തെറപ്പിയിൽ അങ്ങനെയുള്ള പല മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് വരാറുണ്ട്. രണ്ടുപേരും ചേഞ്ച് ആഗ്രഹിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്, രണ്ടുപേരും ഒരു ഡിസിഷൻ എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഡിവോഴ്സ് തന്നെയാണ് നമുക്ക് വേണ്ടത്, അതിന് മുന്നൊരു കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പലപ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഈക്വൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കില്ലല്ലോ പാർട്ട്നേഴ്സായിട്ട് വരുന്നത്. അപ്പം ഫൈറ്റ്സ് ഉണ്ടാവും, ലൈക്ക് എക്കോണമിക് സ്റ്റാറ്റസ് വേറെ ആയിരിക്കും, സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ബിഫോർ മാരേജ് ആണെങ്കിലും ആഫ്റ്റർ മാരേജ് ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കുറേ ഡിഫറൻസസ് ഉണ്ടെങ്കിലും അതെല്ലാം ഒന്ന് ഇക്വേറ്റ് ചെയ്ത് ഒരു നോർമൽ ഒരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? തെറാപ്പിയിലോട്ടൊന്നും പോവാതെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആദ്യത്തെ നമ്മളുടെ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനാണ് ഇഷ്യൂ ഇല്ലാത്ത റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇഷ്യൂ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കപ്പിൾ തെറപ്പി സെഷൻസിൽ പറയുന്ന ഒരു സാധനമാണ്, നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് പ്രോബ്ലം ഇല്ലാത്ത ലൈഫ് വേണേ എന്നുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സാധനം പ്രോബ്ലംസ് എന്തായാലും ലൈഫിലുണ്ടാവും, അതിനെ ടാക്കിൾ ചെയ്യാൻ എനിക്ക് പറ്റണേ എന്നുള്ളൊരു സാധനമാണ്. ഇപ്പോൾ അശ്വതി മെൻഷൻ ചെയ്ത പോലെ തന്നെ 2 ഡിഫറെൻറ്റ് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന 2 ആൾക്കാർ തമ്മിൽ ലൈഫ് മുമ്പോട്ടേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അവിടെ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും, അടികളുണ്ടാവും, വഴക്കുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. എത്ര നന്നായിട്ട് നിങ്ങൾ വഴക്ക് കൂടുന്നു എന്നുള്ളതാണ് സക്സസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന സാധനം, അല്ലാതെ ഫൈറ്റ് ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഫൈറ്റ് ചെയ്യും, നിങ്ങൾ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവും, അതിനൊക്കെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക, ആ ഫൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ എങ്ങനെയാണ് അതിനെ പാച്ചപ്പിലോട്ടേക്ക് കൊണ്ടുവരുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആ ട്രസ്റ്റ് റീഗെയിൻ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ആക്ച്വലി കപ്പിൾ തെറപ്പിയിൽ വർക്ക് ആവുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇഷ്യൂസ് ഇല്ലാതിരിക്കുന്നതിനേക്കാളും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടീമാണ്. എപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ടീമാണ്. നീ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പോയിന്റ് പറയും. അപ്പോൾ നമ്മൾ സ്കോർ എണ്ണിക്കൊണ്ടിരിക്കുക ചെയ്യുക, ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്കോർ ആവുന്നത് എന്നുള്ളത്. അത് എങ്ങനെയാണ് ആ തോട്ട് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് ടീമാണെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ സെയിം ടീമാണ്, നിങ്ങളുടെ ലൈഫാണ് ഓപ്പോസിറ്റായിട്ട് വരുന്നത്. അപ്പോൾ അതിനോടാണ് നിങ്ങൾ 2 പേരും ഒന്നിച്ചിട്ടാണ് അതിനോട് ഫൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ആ സെയിം ടീമായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്രോബ്ലംസ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അവന് മനസ്സിലാക്കട്ടെ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, ഇല്ലെങ്കിൽ ഞാൻ എന്താ മൂഡ് ഓഫ് എന്നുള്ളത് അവനൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യട്ടെ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കും. ഓപ്പോസിറ്റ് ഉള്ളതൊരു മജീഷ്യനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മാന്ത്രിക വിദ്യ അറിയുന്ന ആളൊന്നും അല്ല നമ്മളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ. നമ്മളെപ്പോലെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ എക്സ്പെക്ട് ചെയ്യാതെ, എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട്, ഇല്ലെങ്കിൽ നീ ജോലിക്ക് പോകുന്നതിന് മുന്നേ എന്നെ കെട്ടിപ്പിടിക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാനത് ചോദിക്കണം. മനസ്സിലായി? എനിക്ക് ഇങ്ങനെ ഒരു നീഡ് ഉണ്ട്. അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് ആവുന്നത്. അല്ലാതെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് അവൻ അങ്ങനെ ചെയ്തില്ല ഇവളിങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ പ്രോബ്ലം ഉണ്ടാകുന്നത്. കമ്മ്യൂണിക്കേഷനാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഹെൽത്ത് ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ബ്ലെയിം ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ നീ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നതിനേക്കാളും നീ അങ്ങനെ പറഞ്ഞ സാധനം എനിക്ക് ഇങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്തതെന്നുള്ള ടേമുകൾ യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് യൂഷ്വലി നമ്മൾ പറയുന്നത്. എനിക്കിനി ചോദിക്കാനുള്ളത്, ബേസിക്കലി ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക ഇമ്മീഡിയറ്റ് സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ 10 പേരുണ്ടെങ്കിൽ അതിലൊരു 5 പേരും ബേസിക്കലി എന്തെങ്കിലും ഒരു പേഴ്സണലോ അല്ലെങ്കിൽ മെൻ്റൽ ഇഷ്യൂസ് ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പം എങ്ങനെയാണ് നമുക്ക് അവരെ തെറാപ്പിയാണോ അഡ്വൈസ് ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് പേഴ്സണലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? കാരണം പലരുടെയും നീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എങ്ങനെയാണ് നമുക്ക്, ഞാനെന്നല്ല ലൈക്ക് നമ്മൾ ഈ പുറത്തുള്ള ആരും ആയിക്കോട്ടെ, അവരുടെ ഒരു കോമൺ സർക്കിളിൽ ഒരുപാട് പേര് ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാണ് അവരിലോട്ട് നമുക്ക് ആ ഒരു ലൈക്ക് ഹെൽപ്പ് എത്തിക്കാൻ പറ്റുക? ഇപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു സാധനം,
ഒരാൾ ഹെൽപ്പ് നമുക്ക് മനസ്സിലായി, ഓക്കെ ഇന്നൊരാൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത്. അത് മനസ്സിലാവുമ്പോൾ തന്നെ നമ്മൾ നീ ഒന്ന് കൗൺസിലിങ്ങിന് പോയി നോക്ക്, ഇല്ലെങ്കിൽ നീ ഒന്ന് തെറപ്പിക്ക് പോയി നോക്ക് എന്ന് പുഷ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ അവർക്ക് വേണ്ടത് ഒരു സ്പേസ് ആയിരിക്കാം, അവരെ മനസ്സിലാക്കുന്ന, അവരെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള. അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ഇരുന്നാലോ, ഇല്ലെങ്കിൽ നമുക്കൊന്ന് സംസാരിച്ചാലോ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ആ സ്പേസ് മാത്രം മതി, ഒന്ന് കേട്ടാൽ മാത്രം മതി. ഒന്ന് ബെൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അവർ ആ സ്പേസ് എടുക്കാനും ഓക്കെയാണ്, ഇല്ലെങ്കിൽ ഓക്കെ അല്ലാത്ത ആൾക്കാർ, നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല നീ എൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയണം എന്നുള്ളത്. അങ്ങനെ ഓക്കെ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് പറയാം, ലൈക്ക് ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ളൊരു സാധനം നമുക്ക് അവർക്ക് ഹോപ്പ്ലെസ് ആയിരിക്കും പലപ്പോഴും ആൾക്കാർ. ഹോപ്പ് ഉണ്ട് എന്നുള്ളൊരു സാധനം അത് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അഡ്വൈസസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് എന്നുള്ളൊരു സാധനം. എടാ ഞാനും ഇങ്ങനെ തന്നെ ഉണ്ടായത് 2 ആഴ്ച മുന്നേ, ഞാനിപ്പല്ലേ ശരിയായത് എന്നുള്ള സാധനം, നീയും അതേപോലെ ശരിയാവും. അങ്ങനെയുള്ള കുറേ അഡ്വൈസസ് ചിലപ്പോൾ നമുക്ക് ലൈഫിൽ വർക്കായ സാധനം അയാൾക്ക് വർക്കാവണം എന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ വെറുതെ അഡ്വൈസ് കൊടുത്തിട്ട് കൊളാക്കുന്നതിനേക്കാളും കേൾക്കാനുള്ളൊരു സ്പേസും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു സ്പേസും തുറന്നു കൊടുക്കുക, എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊഫഷണൽസിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതും ലൈക്ക് ഞാനും ഇതേ സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ട്, നമ്മൾ കമ്പയർ ചെയ്ത് ഒരു അഡ്വൈസ് കൊടുക്കുക. അത് ഭയങ്കര ഇൻവാലിഡേറ്റിംഗ് ആണ് ആ സാധനം. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സംഭവം ചെയ്തിട്ടുള്ളത്, നമ്മൾ പ്രൗഡായിട്ട് പറയും ഞാനൊക്കെ ഇതൊക്കെ ഇതിൻ്റെ അപ്പുറം കഴിഞ്ഞ് വന്ന ആളാണ് ഞാൻ, നീക്കല്ല. അത് നമ്മൾ വിചാരിക്കുന്ന അവർക്കത് സമാധാനം കൊടുക്കുന്ന, അവരത് നേരെ തിരിച്ചിട്ട് അതിനെ കാണാം. പല ആൾക്കാർക്കും അത് ഭയങ്കര ഇൻവാലിഡേറ്റിംഗ് ആയിട്ട് തോന്നും. അതങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്നോട് ഒരാൾ മുഖം തിരിച്ച് നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ലായിരിക്കാം. പക്ഷെ അയാൾക്ക് ആ മുഖം തിരിക്കുക എന്ന് പറയുന്നത് അന്നത്തെ ദിവസം മൊത്തം കില്ല് ചെയ്യുന്ന, അല്ലെങ്കിൽ ആളുടെ മെൻ്റൽ ഹെൽത്തിനെ ഫുൾ ഫ്ലോപ്പ് ആക്കുന്ന സാധനമായിരിക്കാം. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് ഓരോ കാര്യങ്ങളെയും കാണുന്നത്. ഓരോ ആൾക്കാരുടെ ലെൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻറ്റാണ്. അപ്പോൾ ഒരാളും ഇൻവാലിഡേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് നീ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളൊരു ഹെൽപ്പ് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കാൻ നോക്കുക. എന്നിട്ട് അത് ഓക്കെ അല്ല, ആൾ കുറച്ചും കൂടി ഒരു ഡീപ്പർ ലെവൽ ബുദ്ധിമുട്ടിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ പ്രൊഫഷണൽസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രൊഫഷണൽസ് തന്നെ ആയിരിക്കണം എന്നുള്ളതുണ്ട്. നമ്മൾ ഹെൽപ്പ് നീ ഇന്നാളെടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾ അൺപ്രൊഫഷണൽ ആണെങ്കിൽ, ഇതുപോലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിലൊക്കെ നമ്മൾ കൂടുതൽ പ്രശ്നത്തിലായിരിക്കും അയാളെ കൊണ്ടിടുന്നുണ്ടാവുക. ഇനി ഞാൻ കുട്ടികളുടെ ഒരു കാര്യം ചോദിക്കാനാണ്. ബേസിക്കലി നമ്മളിപ്പം കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആൻസൈറ്റി ഉള്ള ഒരു പാരൻറ്റിൻ്റെ ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ സിമിലർ വേയിൽ ആ കുട്ടിയും ലേണിംഗ്, ബിഹേവിയറൽ ലേണിംഗ് വരാൻ സാധ്യതയില്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു പാരൻറ്ഹുഡിൽ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഗ്രോത്തിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു തെറാപ്പിസ്റ്റിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു എന്താ കൗൺസിലിംഗ് സപ്പോർട്ട് യൂസ്ഫുൾ ആയിട്ട് വരിക? നമ്മൾ തെറപ്പിസ്റ്റിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആക്ച്വലി തെറപ്പിക്ക് വരുന്നത് തെറപ്പിക്ക് പോവാത്ത ആൾക്കാർ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമാണ്. ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഭയങ്കര ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരു പാരൻറ്റ്, അല്ലെങ്കിൽ തെറപ്പി എടുക്കേണ്ടതായിട്ടുള്ള ഒരാളുടെ പ്രോബ്ലം കാരണം അത് മറ്റൊരാളെ എഫക്റ്റ് ചെയ്തിട്ട് ഈ ആളായിരിക്കും ചിലപ്പോൾ സെഷനിൽ വരുന്നുണ്ടാവാം. അപ്പം അതേപോലെ തന്നെയാണ് എൻ്റെ പാരൻസിൻ്റെ കുറേ ടോക്സിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലേക്ക് വരാനുള്ള ചാൻസസ് കാര്യങ്ങളുണ്ട്. അത് കാരണം എൻ്റെ ലൈഫ് കൊളാവാനുള്ള ചാൻസസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ പാരൻസിൻ്റെ ആണെങ്കിലും അവർ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കുക അതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും കുട്ടികൾ മനസ്സിലാക്കില്ല, ഇതൊന്നും കുട്ടികളെ എഫക്റ്റ് ആവില്ല എന്നുള്ള. ഞാനൊരു ആങ്ഷ്യസ് ആയിട്ടുള്ള പാരൻ്റ് ആണെങ്കിൽ, എനിക്ക് എന്ത് ചെയ്യാൻ പോകുന്നതിന് മുമ്പും ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നത് തന്നെയാണ്, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു സാധനം. അപ്പോൾ കുട്ടിയും വിചാരിക്കുന്നത് ദിസ് ഇസ് സംതിങ് നോർമൽ എന്നുള്ളൊരു സാധനം. ആൻഡ് അതേപോലെ ഇപ്പോൾ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ കുട്ടിക്ക് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റില്ല. കുട്ടി ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് കുട്ടീനെ നമുക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാരൻസ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ കുട്ടീനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നന്മ എന്ന് പറയുന്ന ഒരു സംഭവം. ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഈ ബിഹേവിയറൽ ലേണിംഗ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്, മോഡലിംഗ് എന്ന് പറയും നമ്മൾ,
കുട്ടികൾ ചെറിയ പ്രായം മുതലേ മോഡലിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് പാരൻസിന്. ഞാൻ എപ്പോഴും പറയും, സ്നേഹം എന്താണെന്നുള്ളത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, സ്നേഹം എന്താണെന്നുള്ളത് കുട്ടി കണ്ടിട്ടാണ് പഠിക്കുന്നത്. ആൻഡ് അതേപോലെ തന്നെയാണ് എല്ലാ കാര്യവും. നമുക്കൊരു ബിഹേവിയർ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, പകരം കാണിച്ചു കൊടുക്കാനാണ് പറ്റുക. അപ്പോൾ നിങ്ങൾ ഉള്ളത് എങ്ങനെയാണെന്നുള്ളത് കുട്ടി കണ്ടിട്ടാണ് അത് പഠിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് മാക്സിമം സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ബിഹേവിയറൽ കൺസേൺസ് ഉള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു പക്ഷേ സിംറ്റംസ് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് ചിലപ്പോൾ പാരൻസ് ആയേക്കാം. പലപ്പോഴും അങ്ങനെയുള്ള കൺസേണുകൾ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ ഫാദർ ഡീൽ ചെയ്യുന്ന അതേ രീതിയിലായിരിക്കും കുട്ടിയും ഡീൽ ചെയ്യുന്നുണ്ടാവുക. നമ്മളൊരു എക്സ്പെരിമെൻ്റ് സൈക്കോളജിയിൽ പഠിക്കാനുണ്ട്. അതായത് ഒരു 2 ഗ്രൂപ്പാക്കി കുട്ടികളെ. 2 ഗ്രൂപ്പിനും ഓരോരോ ഡോള് കൊടുത്തു. ആ ഡോള് കൊടുത്തിട്ട് ആ 2 ഗ്രൂപ്പിനെ 2 റൂമുകളിലേക്ക് ആക്കിയിട്ട് ഒരു ഗ്രൂപ്പിന് നമ്മളൊരു വീഡിയോ കാണിച്ചു കൊടുത്തു. ആ ഡോളിനെ ഭയങ്കര ഹാർഷായിട്ട് പിന്നെ ഡീൽ ചെയ്യുന്നത്. ആ വീഡിയോയിൽ ആ ഡോളിന് അടിക്കുന്നു, കുത്തുന്നു, മാന്തുന്നു, അങ്ങനെയുള്ള ഒരു വീഡിയോ. അടുത്ത ഗ്രൂപ്പിലത്തെ കുട്ടികൾക്ക് ഈ ഒരു ഡോളിനെ താലോലിക്കുന്നത്, ഓമനിക്കുന്നത്, അങ്ങനെയൊക്കെ. എന്നിട്ട് ഈ 2 ഗ്രൂപ്പിൻ്റെയും ആ ഡോളിനോടുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റർ. അത് ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താണോ അവർ ആ വീഡിയോയിൽ കണ്ടത് അതേപോലെയാണ് ആ ഡോളിനെ അവർ ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് പാരൻസ് എങ്ങനെയാണ് പാരൻസിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ ഡീൽ ചെയ്യുന്നത്, അതേപോലെ കുട്ടികൾ അത് ഒപ്പിയെടുത്തിട്ട് അതേപോലെ ഡീൽ ചെയ്യും. മനസ്സിലായോ? പല കാരണങ്ങളും ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഒപ്പം ഈ ഒബ്സർവേഷൻ ലേണിങ് ഏർലി ഏജസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾക്ക്. സോ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. വർക്ക് ലൈഫിലാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ചൈൽഡ്ഹുഡ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഒരു നോർമൽ ഇൻഡിവിജ്വലിന് ഏതൊരു വ്യക്തിക്കും കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ്, അതായത് ആളുടെ മെൻ്റൽ ഹെൽത്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വളരെ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഓക്കെ, ആദ്യം ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് 9 മണിയായിരുന്നു രാത്രി. ഇപ്പോൾ 2 മണിയായാലും രാത്രി ആവുന്നില്ല. 2 മണിക്കൊക്കെ ഫുൾ അവൈലബിൾ ആയിരിക്കും എല്ലാവരും. അപ്പോൾ സ്ലീപ്പിൻ്റെ പാറ്റേണൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടി നോക്കുക. പ്രോപ്പറായിട്ട് 7 to 9 hours ഒക്കെ നമ്മളുടെ ബോഡീൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബോഡി മൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണ്, നമുക്കിപ്പോൾ എല്ലാം ഈസിയാണ്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ആണെങ്കിലല്ലോ ബോഡി അങ്ങനെ മൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ബോഡി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നല്ല സൺലൈറ്റ് കിട്ടാൻ വേണ്ടി പുറത്തിറങ്ങാനൊക്കെ നോക്കുക. നല്ല ആൾക്കാരായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ ഡിജിറ്റലി കാണുന്ന കൺസ്യൂം ചെയ്യുന്ന കോണ്ടൻറ്റ്സ് എങ്ങനെയുള്ളത് എന്നതിനെ പറ്റിയിട്ട് മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാനും കോൺഷ്യസ് ആയിട്ടിരിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നമുക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ബോഡി ഒന്ന് ഗ്രൗണ്ടഡ് ആയിരിക്കാനും മൈൻഡ് ഒന്ന് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനും മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാനും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനും. ഭയങ്കര ബ്രീത്തിങ് എക്സസൈസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്വാമിമാർ മാത്രം ചെയ്യുന്ന സാധനമൊന്നുമല്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾക്ക് ബോഡി നിങ്ങളുടെ ഇന്നേൽ എക്സേൽ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പ്രോപ്പറായിട്ട് ചെക്കപ്പുകൾ ചെയ്യുക. ഇപ്പോൾ ചില ക്ലയൻസിന് നമ്മൾ കാണാറുണ്ട്, അവർക്ക് മൂഡ് ഭയങ്കര കുറവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. ഒരു ട്രോമയോ ഇല്ലെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററിയോ ഒന്നും കാര്യങ്ങളുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റിന് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിരിക്കും അവർക്ക്, 5 or 4 ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ചെക്കപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ലൈഫിൽ ചൂസ് ചെയ്യുന്ന മനുഷ്യന്മാരെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫീലിങ്സിനെ പറ്റി തുറന്ന് സംസാരിക്കുക. പലപ്പോഴും നമുക്ക് ഭയങ്കര നാണക്കേടും കുറച്ചിലൊക്കെയാണ് ഞാൻ എന്താ ഗോ ത്രൂ ചെയ്യുന്നതെന്ന് സംസാരിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഫീലിങ്സിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ബേസിക് ടിപ്സ് എന്നൊക്കെ പറയുന്നത്. തിരക്കുകളുടെ ഇടയിൽ എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാനൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ കാര്യമൊന്നും ഒരു മനുഷ്യന് എല്ലാം ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു ആസ്ക് ഹെൽപ്പ്. നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. ഇതൊരു ബ്രേവസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഒരാളുടെ അടുത്ത് വൾണറബിൾ ആവുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒപ്പം 24/7 അവൈലബിൾ ആയിട്ടുള്ളത്. ഒപ്പത്തിൽ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന, നിങ്ങളെ കേൾക്കാൻ പറ്റുന്ന, നിങ്ങളുടെ കൺസേൺ എന്താണോ അതിന് പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യുന്ന തെറപ്പിസ്റ്റുകൾ ഒപ്പത്തിൽ അവൈലബിൾ ആണ്. 24/7 അവൈലബിൾ ആണ്. ഒരിക്കലും 5 o'clock 7 o'clock ക്ലോക്ക് ഔട്ട് ആവുന്നില്ല. ഏത് സമയത്തും നിങ്ങളെ എനിവേർ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സെഷൻസ് ഒക്കെ എടുക്കാനുള്ള തെറപ്പിസ്റ്റുകളൊക്കെ ഒപ്പത്തിലും അവൈലബിൾ ആണ്. സോ താങ്ക് യു സോ മച്ച്. നമ്മളിന്ന് കുറേ റിലവൻ്റ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. സോ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു കോൺവെർസേഷൻ കേട്ട ആരും തന്നെ നെക്സ്റ്റ് ഒരു സ്റ്റേജിൽ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ ഒരു രീതിയിലും റിലക്റ്റൻസ് കാണിക്കില്ല. താങ്ക് യു. താങ്ക് യു അശ്വതി.